ഒരേക്കർ 50 സെൻറ്റ് സ്ഥലം. വാഴക്കൊലയുടെയൊക്കെ ഒരു വലിപ്പം കണ്ട. റംബൂട്ടാൻ കവർ ചെയ്തിട്ടേക്കേണ്ട വലമുണ്ട്. ഈ 1.5 ഏക്കർ സ്ഥലവും കൃഷി ചെയ്യാനുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ബാക്കിൽ കുറച്ച് പോർഷൻ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 35-38 റൂമായിട്ടുണ്ട്. അതിന് തന്നെ ഏകദേശം ഒരു 1 ലക്ഷം രൂപയൊക്കെ മാസം വരുമാനമുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വരുമാനവും കിട്ടും. പിന്നെ ഈ വീടിൻ്റെ ലുക്ക് കണ്ടില്ലേ, പക്കാ പ്രീമിയം ക്വാളിറ്റി ഉണ്ടാക്കത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് മച്ചും. എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. കയറിയാണെങ്കിൽ നമുക്ക് ഫുള്ള് ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ മഴയും കാര്യങ്ങളൊക്കെ കാരണം ഉണ്ടാവും നമ്മുടെ വീഡിയോൻ്റെ എണ്ണം കുറയണം. കുറേ വീടുകൾ ചെയ്യാനുണ്ട്. ഈ മഴയത്തൊക്കെ പോയിട്ട് ഒന്നും നടക്കില്ല. അത് കാരണം ഒന്നും ചെയ്യാത്ത. മഴയൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് ഒരേന്നായിട്ട് ചെയ്യുക, ഓരോരുത്തർക്ക് വാങ്ങാം. ഉണ്ടോ, ഇവിടെയാണെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ തുടങ്ങി ഫുള്ള് മച്ചാണ്, തടിയിലാണ് കംപ്ലീറ്റ് പരിപാടി. ഞാൻ അകത്തോട്ട് കയറി കാണിച്ചു തരാം. നോക്കേ, ആ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ഷെഡ് കാര്യങ്ങൾ, റൂം റെൻറ്റിന് കൊടുത്തെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് വീടിനകത്തോട്ട് കയറാം. പിന്നെ ജാതിക്കൊക്കെ ഉണക്കാൻ വെച്ചേക്കണുണ്ട്. ജാതിക്കുരുവാണത്. ജാതിക്കുരു, ജാതിപത്രി. ഇത് മീൻകുളം ഉണ്ടോ, 3 മീൻകുളമുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് സിലോപ്പിയാണ് വളർത്തിക്കൊണ്ടിരിക്കണം. ഇഷ്ടം പോലെ സിലോപ്പിയ ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലത്തേക്ക് ആവശ്യമുള്ള മീനും ഇവിടെ വളർത്തണമെന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് 3 പടുതാക്കുളമാണ്. അതിൽ 2 കൃഷി ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഇത്തിരി കുളം മോശമായിട്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്തെടുക്കാനേ ഉള്ളൂ. നമുക്ക് ബാക്കിലോട്ട് ചെന്നിട്ട് ബാക്കിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, 1.5 ഏക്കർ സ്ഥലമുണ്ട്. ആ 1.5 ഏക്കറും ഒരിത്തിരി സ്ഥലം പോലും വേസ്റ്റ് ചെയ്യാണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ടാവും വറ്റാത്തൊരു കിണർ വെള്ളത്തിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്, ഒരു പോർഷൻ തിരിക്കാൻ വേണ്ടി. കാരണം റെൻറ്റിന് താമസിക്കണവർക്കൊക്കെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് വഴി കൊടുത്തേക്കണം. പാത്തത്താറാവിനെയൊക്കെ കണ്ട, എന്താ ഒരു വലിപ്പോലെ. ഇതിനൊച്ചയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോഴേക്കും ഈ പറമ്പൊക്കെ കണ്ട എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. ഇവിടെയൊക്കെ കോഴിക്കോടും കാര്യങ്ങളും അങ്ങനെ പല പല വെറൈറ്റി ഐറ്റംസാണ്. ഓരോ കാര്യങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേണ്. അങ്ങോട്ട് നേരെ ചെന്ന് ബാക്കിയുള്ളതൊക്കെ കണ്ട് ഇങ്ങോട്ട് പോരാ. കണ്ടോ, കംപ്ലീറ്റ് കുറേ ഏരിയയിൽ വാഴ കൃഷി ചെയ്തേക്കണം. കണ്ടോ, വാഴ കൊലയുടെയൊക്കെ വലിപ്പം കണ്ടില്ലേ നിങ്ങൾ. ഇതന്നെ ഞാൻ പറഞ്ഞ റെൻറ്റിന് കുറച്ച് റൂം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതങ്ങോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബാത്റൂം കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ റിവറാണ് കേട്ടോ. റിവറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് താഴ്ത്താണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് മുകളിലാണ്. നമുക്ക് അതിൻ്റെ അകത്തോട്ടൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കെട്ടി സെറ്റ് ചെയ്തെടുക്കണം. കാരണം അങ്ങോട്ട് അറ്റം വരെ റൂമുകളാണ് കേട്ടോ. റിവർ ഒരുപാട് താഴ്ത്താണ് കിടക്കണം, നമ്മൾ ഒരുപാട് മുകളിലാണ് കേട്ടോ. എന്താ ഒരു ഭംഗി നോക്കി. ഇതൊക്കെ ഒന്ന് വെട്ടി വെളുപ്പിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഇവരിപ്പോൾ റെൻറ്റിനെ കൊടുത്തേക്കണം ഇങ്ങോട്ടൊന്നും വരാറില്ലേ. ജസ്റ്റ് അവരൊന്ന് നോക്കിയാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇവിടെ കാടൊക്കെ പിടിച്ചിറങ്ങണം. അല്ലെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയാക്കി ഇടും. ഇഷ്ടം പോലെ തെങ്ങ്, ജാതി, വാഴ എന്ന് വേണ്ട എല്ലാവിധ കൃഷികളും ഇതിൻ്റെ അകത്തുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, റംബൂട്ടാനുണ്ട്. ഈ 1.5 ഏക്കറും മുഴുവനും ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഹിന്ദിക്കാരാണ് ഇതിൻ്റെ അകത്ത് താമസിക്കണം. ഇപ്പം നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കണം. ഒരു ഫാമിലി ആയിട്ടുണ്ട് താമസിക്കണം. ഫാമിലി ആയിട്ട് താമസിക്കണവർക്കാണ് കൊടുത്തേക്കണം, ബാച്ചിലേഴ്സിനല്ല. അപ്പോൾ അവർ അത് തന്നെ ഏകദേശം 1 ലക്ഷം രൂപയുടെയൊക്കെ വരുമാനമുണ്ട്. ഒരു വാഴക്കൊലയുടെയൊക്കെ വലിപ്പം നോക്കി. കണക്ക് നല്ല മണ്ണാണ്, വളക്കൂറുള്ള മണ്ണാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അതെ, ഇനി വീടിനകത്തോട്ട് കയറുമ്പോൾ ഇത് പുറത്തൊരു ഏരിയയാണ്. ഇവിടെ തുടങ്ങി തടിയാണ് കംപ്ലീറ്റ്. മച്ച് കംപ്ലീറ്റ് തടിയിലാണ് ചെയ്തേക്കണത്. ഒരു അതെന്ന് പറഞ്ഞാൽ നമ്മൾ 4 കെട്ട് നട്ടുമുറ്റവും ആ ഒരു ഇത്. ഇതിൻ്റെ ക്വാളിറ്റി നോക്കിക്കോട്ടെ. അകത്തോട്ട് കയറുമ്പോൾ നോക്കി ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് തന്നെ. ഈ വീടിന് അധികം പഴക്കൂലടാ. ഈ എല്ലാവരും ഈ വീട് കാണുമ്പോൾ വിചാരിക്കും 100-200 വർഷമൊക്കെ പഴക്കം ഉണ്ടാവുന്നു. ഇതിന് ഏകദേശം ഒരു 20-21 വർഷം മാത്രം പഴക്കമുള്ളട്ടാ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഈ പറഞ്ഞുകൊണ്ട് 150-200 വർഷമൊക്കെ പഴക്കം ഉണ്ടാവും. കംപ്ലീറ്റ് തടിയിലാണ്. കാരണം ഇതിൻ്റെ ഓണർ ഒരു എൻജിനീയറാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നല്ല രീതിക്ക് ആ പഴമ നിലനിർത്തി പണിതേക്കണേണ്. അപ്പം അത്രയും തടിയും കാര്യങ്ങളും തടിപ്പണിയൊക്കെ ആയിട്ടുണ്ട് ഈ വീടിന്. ഇവർ ഈ 1.5 ഏക്കർ സ്ഥലത്തിനും ഈ വീടിനും കൂടി ചോദിക്കണ വില 3,75,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്ട. വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. ഇല്ല, വീടിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. അതിനും മറ്റ് കാര്യങ്ങളെല്ലാനും അതിൻ്റെ കബോർഡൊക്കെ നോക്കി. അതിന് തടിപ്പണി എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് കാശ് ചിലവാകും. അങ്ങനെ മച്ചൊക്കെ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തടിയിട്ടാൽ ചെയ്യാൻ പറ്റുള്ളൂ. അറ്റാച്ച്ഡാണ്. അല്ലേ, ഒരു 20-21 വർഷം മാത്രമേ പഴക്കമുള്ളൂ. അതുപോലെ തന്നെ 2018 പ്രളയത്തിന് വെള്ളം കയറിയതാണ്. നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതിക്ക് മുന്നേ അത് കഴിഞ്ഞിട്ടോ കയറിയിട്ടില്ല. നമ്മൾ ഇതേവിടെ തന്നെ ഈ വീട് വാടക കൊടുത്തേക്കണ ഫാമിലിക്കാണ്, ഹിന്ദിക്കാർ ഫാമിലിക്കാണ് കൊടുത്തേക്കണ. അത് തന്നെയാണ് ഏകദേശം 1,00,000 രൂപയൊക്കെ വരുമാനം ഉണ്ട്. അതിൽ കുറേ റൂം കാലിയുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി വരുമാനം കിട്ടും. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഇതിനകത്ത് 3 ബെഡ്റൂമാണ് ഉള്ളത്. കൂടുതൽ ബെഡ്റൂമുകളൊന്നുമില്ല. പക്ഷേ ഒരുപാട് പോർഷൻ നമുക്ക് ഉണ്ട്. നമുക്കപ്പോൾ എങ്ങനെ വേണമെങ്കിലുമൊക്കെ കൺവെർട്ട് ചെയ്തെടുക്കുക. ഉണ്ട് കബോർഡ് കാര്യങ്ങൾ ആ ഒരു പഴമ നിലനിർത്തി പണിതേക്കണ ഒരു വീടാണിത്. അതിൻ്റെ ബാത്റൂം, ഞാൻ ബാത്റൂമിൻ്റെ ആക്കൊന്നും എടുക്കാത്തതിന്. കാരണം ബാത്റൂമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഇപ്പോഴത്തെ ടൈലൊന്നും അല്ല, ഒരു 20 വർഷം മുന്നുള്ളതായിരിക്കുള്ളൂ. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ അതൊന്നും വലിയ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ഒറ്റ ഫ്ലോറാണ്. ഏകദേശം 2,800 സ്ക്വയർ ഫീറ്റ് എടുക്കുക വരും. ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത്. ഇതിനൊക്കെ നല്ലൊരു ഏരിയ ഉണ്ട്. അതും എല്ലാനും വീടിൻ്റെ ഓൾ ഇൻ ഓൾ തടി മച്ചിട്ടേക്കനാണ്. ഇത് സെക്കൻഡ് കിച്ചൺ. ഇവിടെ നമുക്ക് തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാനും ഇട്ടേക്കണം. സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. അത് സൗകര്യങ്ങൾക്ക് ഒരു ഇതുമില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൺവെർട്ട് ചെയ്യാനുണ്ടാവും. വലിയ അത് നമ്മുടെ വർക്കിംഗ് കിച്ചണാണത്. ആണോ, വലിയൊരു സ്പേസ്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ആയുർവേദ റിസോർട്ടിനൊക്കെ പറ്റിയൊരിതാണ്. കാരണം ഒരുപാട് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം 1.5 ഏക്കർ സ്ഥലമുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാവിധ മരങ്ങളുണ്ട്. വാട്ടർ ഫ്രണ്ടേജ് കിട്ടും. അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ വീടിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഒരു 30 മിനിറ്റത്തെ ഡ്രൈവ്.